സമൂഹത്തിൽ ഏറ്റവും പുറകെ നിൽക്കുന്ന ദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിരവധി പദ്ധതികളാണ് അതിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. പെൻഷനെ സംബന്ധിച്ചുള്ള കാര്യം നേരത്തെ പറഞ്ഞു. നമ്മുടെ ഗവൺമെൻറ് 9.5 വർഷത്തിന് മുമ്പ് വരുന്ന സമയത്ത് 18 മാസത്തെ പെൻഷനായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത്. അന്ന് 32 ലക്ഷം ആൾക്കാർക്ക് മാത്രമായിരുന്നു അന്ന് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. ആ 32 ലക്ഷം പേർക്ക് 600 രൂപ വെച്ച് 18 മാസം കൊടുക്കാത്ത ഒരു സർക്കാരായിരുന്നു UDFൻ്റെ സർക്കാർ. ഇത് ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ എല്ലാം വന്നിട്ട് പറയുന്നത് ഇപ്പോൾ 2000 മാത്രമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അതിനകത്ത് തരുന്നത്. നമ്മൾ അധികാരത്തിൽ വന്നാൽ എത്ര തരും? 2500 രൂപ തരും. അത് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീടുകളിലോട്ട് ആൾക്കാർ വരും. ഇവർ ഇപ്പോൾ 62 ലക്ഷം ആൾക്കാർക്കാണ് 2000 ഈ തവണ പൈസ കൊടുക്കുന്ന സമയത്ത് 2000 രൂപ വെച്ച് പെൻഷൻ കിട്ടുന്നത്. ഒരു മാസത്തെ കുടിശ്ശിക വെച്ച് 3600 രൂപ കിട്ടാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ ഇതിന് തൊട്ട് മുമ്പിരുന്ന ആന്റണി ഗവൺമെൻറ് അധികാരത്തിലിരുന്ന സമയത്ത് 28 മാസത്തെ പെൻഷനാണ് കൊടുക്കാതെ പോയത്. അപ്പോൾ ഏത് UDFൻ്റെ ഗവൺമെൻറ് വന്നാലും സമൂഹത്തിൽ ഏറ്റവും ദുർബലരായിട്ടുള്ള ആൾക്കാരാണ് ഈ പെൻഷൻ കൈപ്പറ്റുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഏറ്റവും ദുർബലരായിട്ടുള്ള മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള ഭവനമില്ലാത്ത ആൾക്കാരാണ്. ഈ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഈ ഭവനരഹിതരായിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തൊരു പദ്ധതിയുള്ളത്. സഖാവ് നായനാർ അധികാരത്തിലിരുന്ന സമയത്ത് തണൽ ഭവന പദ്ധതിയും, സഖാവ് VS അധികാരത്തിലിരുന്ന സമയത്ത് EMS ഭവന നിർമ്മാണ പദ്ധതിയും, അതോടൊപ്പം ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് 9.5 വർഷത്തിന് മുമ്പ് വരുന്ന സമയത്ത് തുടങ്ങിയ ആ ലൈഫുമാണ് ഏകദേശം ഇപ്പോൾ 5.5 ലക്ഷത്തോളം ആൾക്കാർക്ക് ആ ലൈഫ് പദ്ധതി പ്രകാരം വീട് കൊടുത്തു കഴിഞ്ഞു. ഇത്തരത്തിൽ 3 പദ്ധതികൾ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള 3 ഗവൺമെൻറ്, തൊട്ട് മുമ്പുള്ള 3 LDF ഗവൺമെൻറ്റുകൾ ഈ ഭവനരഹിതരായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കി. പക്ഷേ ഈ പറയുന്ന നയനാർ അധികാരത്തിൽ നിന്ന് പോയ സമയത്ത് വന്നത് ആന്റണിയാണ്. തണൽ ഭവന പദ്ധതി നിർത്തലാക്കി. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ പദ്ധതി നിർത്തലാക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ മറ്റൊരു പേരിൽ കൊടുക്കാമായിരുന്നു. അവർ ആ പദ്ധതി അതിനകത്ത് തുടങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും VS ഗവൺമെൻറ് വന്ന സമയത്ത് 1,25,000 രൂപ വീടിനായിരുന്നത് 2 ലക്ഷമാക്കി ഉയർത്തിക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ പദ്ധതി EMS ഭവന നിർമ്മാണ പദ്ധതി തുടങ്ങി. അത് കഴിഞ്ഞ് അടുത്തൊരു ഗവൺമെൻറ് കേരളത്തിൻ്റെ നേരത്തെയുള്ള ഒരു ചിത്രമെന്ന് പറയുന്നത് ഒരു തവണ ഇടതുപക്ഷമാണെങ്കിൽ അടുത്ത തവണ വലതുപക്ഷം എന്നുള്ള രീതിക്ക് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന സമയത്ത് EMS ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാളിൻ്റെ പേരിലുള്ള പദ്ധതി ആയതുകൊണ്ട് നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ നേതാക്കന്മാരായിട്ടുള്ള ആരുടെയെങ്കിലും പേരിൽ ഈ